മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇഡി നടത്തുന്ന നീക്കങ്ങളിൽ കടുത്ത രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ സിപിഎം ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് വൈകിട്ട് മുതലക്കുളത്ത് പാർട്ടി വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. സിപിഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ യോഗം ഉദ്ഘാടനം ചെയ്യും. മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ അടുത്ത സുഹൃത്തുക്കളായ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിൽ, ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവ് നന്ദുലാൽ എന്നിവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും അടുത്തിടെ ഇഡി മിന്നൽ പരിശോധന നടത്തിയിരുന്നു. അന്വേഷണ ഏജൻസികളുടെ ഈ നീക്കങ്ങളെ രാഷ്ട്രീയമായി നേരിടാനും പാർട്ടി അണികൾക്കിടയിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനും ലക്ഷ്യമിട്ടാണ് സിപിഎം രംഗത്തിറങ്ങുന്നത്. അതേസമയം CMRL എക്സാലോജിക് ഇടപാടുകളെ പിൻപറ്റി മുന്നോട്ടു പോകുന്ന അന്വേഷണം ഇപ്പോൾ ഹവാല ആരോപണങ്ങളിലേക്ക് വരെ എത്തി നിൽക്കുകയാണ്. ഇതോടെ മുന്നണി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ മകൾ വീണയെ ഇഡി ഏത് സമയവും അറസ്റ്റ് ചെയ്തേക്കാമെന്ന ഭീതി പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. നിലവിലെ സാഹചര്യത്തിൽ കനത്ത രാഷ്ട്രീയ സമ്മർദ്ദം മറികടക്കാൻ മറ്റ് വഴികളൊന്നുമില്ലാത്തതിനാലാണ് ഹവാല ആരോപണങ്ങളെ പൂർണ്ണമായും പ്രതിരോധിക്കാൻ CPM നിർബന്ധിതരാകുന്നത്. തടയാൻ വേറെ മാർഗങ്ങളില്ലാത്തതിനാൽ ഹവാല ആരോപണങ്ങൾ അടിയന്തരമായി നിഷേധിക്കുക എന്ന നയമാണ് പാർട്ടി നേതൃത്വവും സ്വീകരിച്ചിരിക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ രാഷ്ട്രീയ പ്രേരണ മുൻനിർത്തിയുള്ള ഇടപെടലാണിതെന്ന് അണികളെ ധരിപ്പിക്കാനാണ് നീക്കം. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇഡിയുടെ ഈ കടുത്ത നടപടികളെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. മുൻപ് പതിവില്ലാത്ത വിധം വാർത്താക്കുറിപ്പ് ഇറക്കാൻ ഇഡി തയ്യാറായതും പിണറായി വിജയനായാൽ എന്തും ചെയ്യാമെന്ന മട്ടിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിലും പാർട്ടി കടുത്ത അതൃപ്തിയിലാണ്. തന്റെ കൈകൾ ശുദ്ധമാണ്, ഇനിയും അത് അങ്ങനെ തന്നെയായിരിക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മകൾക്കെതിരെയുള്ള ഇഡി അന്വേഷണങ്ങളെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിക്കളഞ്ഞത്. തൃശൂരിൽ വെച്ച് പിണറായി വിജയൻ നടത്തിയ ഇതേ വിശദീകരണങ്ങളും ശക്തമായ പ്രതിരോധ നിലപാടുകളും തന്നെയാണ് ഇന്ന് കോഴിക്കോട് MV ഗോവിന്ദനും പ്രസംഗത്തിൽ ആവർത്തിക്കുക.